ഞാൻ ഇന്നലെ സാഹചര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഞാൻ എവിടുന്നാ വന്നത്? ഒറ്റ ദിവസം യാത്ര ഞാൻ ഇവിടുന്ന് ദുബായിക്ക് പോയി തിരിച്ച് ദുബായ് 3:30 വരിക, 5 മണിക്കാണ് എന്റെ ഹോട്ടലിൽ കയറി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിനെ കൂടുതൽ വിവാദം. അപ്പൊ നിങ്ങൾക്കാണ് ഇതിനകത്ത് ലക്ഷ്യമുള്ളത്. നിങ്ങൾക്ക് കോൺഗ്രസിനെ ആക്രമിക്കാൻ ഒരു വഴി ഉണ്ടാവണം. അതിന് ഇതൊരു വിവാദമാക്കി നിങ്ങൾ മാറ്റും. ഞാൻ അതിനെ കുറിച്ച് ഇതിന് കൂടുതലൊന്നും പറയില്ല. ബാക്കി പ്രസിഡന്റ് പറയും. ഒരു വിശദീകരിക്കാൻ മാത്രം വരാൻ എന്താണെന്ന് അന്വേഷിക്കുന്നു. അദ്ദേഹം ഞങ്ങൾ പറഞ്ഞു DC വരുന്ന നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. അയാൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിൽ എത്തിയത്. അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതിൽ നോ കൺഫ്യൂഷൻ. ആ പരിപാടിയിൽ അടുത്ത ദിവസം പങ്കെടുക്കുകയും ചെയ്യും. കഴിഞ്ഞു. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായിരുന്നു. താങ്കൾ നേരിട്ട് ക്ഷണിച്ചല്ലേ? ഞാൻ രാവിലെ ചോദിച്ചു പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞു നോക്കട്ടെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റാത്തത് അതിരാവിലെയായിരുന്നു പരിപാടി. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന് രാവിലെ ഒരുങ്ങാനായില്ല. അതുകൊണ്ടാണ് പങ്കെടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അദ്ദേഹം കരുതിയ സമയം അറിയണ്ടായിരുന്നില്ല. ഞാൻ പങ്കെടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഈ സമയക്കുറവുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അത് അറിയിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. 100% തൃപ്തികര. പിന്നെ ഞങ്ങൾ തമ്മിൽ തൃപ്തികരമല്ലാതിരിക്കും. പിന്നെ ഒരു കാരണം, നിങ്ങൾ വാർത്ത കൊടുത്തു, ഞാൻ വിസ്തീർണം ചോദിച്ചു. ഇതിന് MLA വിസ്തീർണം ചോദിക്കുന്ന DC ആളല്ല. ചാണ്ടി ഉമ്മനോട് കാര്യം അന്വേഷിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ മാറ്റിക്കൊടുത്തു. നിങ്ങൾ വിവാദം ഉണ്ടാക്കി ഞങ്ങളെ തെറ്റിക്കാന്ന് വിചാരിക്കേണ്ട. ഒരു തെറ്റിൽ നടക്കത്തില്ല. ഞങ്ങൾ ഒറ്റക്കെട്ട. എന്റെ അടുത്ത് അതെല്ലാം പരിഹരിച്ച് ഞങ്ങൾ ചെയ്തോളൂ. ഞങ്ങൾ പാർട്ടിക്കാത്ത കാര്യമാണ്. അതെല്ലാം ഞങ്ങൾ പരിഹരിക്കും. അതെല്ലാം പരിഹരിക്കും. അതെല്ലാം പരിഹരിക്കും. ഒരു കാര്യം പറയാം. ഷാഫി പറമ്പിന്റെ ഗ്രൂപ്പ്, സിദ്ദിഖിന്റെ ഗ്രൂപ്പ് നോക്കാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് സംവിധാനം ഇവിടെ ഇല്ല. ഒരു ഗ്രൂപ്പുകളിൽ നേതാക്കളും ഇല്ല. CPM ദുർഭരണത്തിനെതിരെ ഒരുമിച്ച് പോരാടുന്നത് കോഴിക്കോട്ടെ കോൺഗ്രസ്. ഷാഫിയോ സിദ്ദിഖോ ഇവിടെ ഒരു നേതാവോ ഒരു ഗ്രൂപ്പും പാട്ടിക്കെത്തുന്നില്ല. ആ പോരാട്ടത്തിൽ നിന്നാണ് വിട്ടു നിൽക്കുന്നത്. അതുകൊണ്ടാണ് അല്ല, അത് കൺഫ്യൂഷൻ മാറിയില്ല. ഇറ്റ് ഈസ് ക്ലിയർഡ്. ഹലോ. രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രതീഷ്, ഇപ്പോൾ ഇത് കണ്ടപ്പോൾ തോന്നുന്നത് മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള മീമാണ്. കാരണം മാധ്യമങ്ങളുടെ പ്രശ്നമായി മാറി ഇത് എന്നുള്ളതാണ്. എന്തായാലും അപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം, ഈ പ്രവീൺ കുമാറും റമീസും ഒക്കെ ശക്തമായി രൂക്ഷമായി പാർട്ടി കൂറും സ്നേഹവും തന്നെ ചോദ്യം ചെയ്ത് മാധ്യമങ്ങളെ കാണുന്നതിന് മുമ്പ് ആ ഫോൺ എടുത്ത് ചാണ്ടിയുമ്മനെ വിളിച്ച് ഈ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് പരിഹരിച്ചാൽ പോരായിരുന്നോ? ഹർഷൻ, അത് ന്യായമായ ചോദ്യമാണ്. എന്തിനാണ് ഇത്തരത്തിൽ ഒരു ബഹളം ഉണ്ടായത് എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം വളരെ സിമ്പിളാണ്, ഒരു പ്രശ്നവുമില്ല. തൃപ്തികരമാണ് മറുപടി അല്ലെങ്കിൽ വിശദീകരണം ചാണ്ടിയുമ്മൻ്റെ എന്ന് വളരെ ഒറ്റവാക്കിലാണ് പ്രവീൺ കുമാർ പ്രതികരിച്ചത്. എന്തായാലും ഇത് എന്തിനായിരുന്നു, ഇത് നേരത്തെ തന്നെ സംസാരിച്ചാൽ പോരെ, എന്തിന് ഇത്തരം കാര്യങ്ങളുണ്ടാക്കിയത്? മാധ്യമങ്ങളാണ് വിവാദം ഉണ്ടാക്കിയതെന്നാണ് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നത് എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ഗ്രൂപ്പ് ശക്തമാണ് കോഴിക്കോട്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇതെന്ന് പറയാതെ വയ്യ. അത്തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ സൂചനകൾ നൽകുന്നത്. അതിന് മാത്രമല്ല, പ്രവീൺ കുമാറിൻ്റെ അവസാനത്തെ വിശദീകരണവും അത്തരത്തിലാണ്. ഒരു തരത്തിലും ഗ്രൂപ്പിസമില്ല. ഷാഫി പറമ്പിലോ സിദ്ദിഖോ പ്രവീൺ കുമാറോ ചാണ്ടിയുമ്മനോ അങ്ങനെ ഒരു തരത്തിലുള്ള വിഭാഗീയതയും ഇല്ല. കോഴിക്കോട് പ്രത്യേകിച്ചില്ല. അത് അനാവശ്യമായി മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന തരത്തിലാണ് വിശദീകരണം. പൂർണ്ണ തൃപ്തനാണ് ചാണ്ടിയുമ്മൻ്റെ വിശദീകരണത്തിൽ. അദ്ദേഹം വിദേശത്ത് നിന്ന് വന്ന് വൈകിയതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്ന് ബോധ്യമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നേരത്തെ ചോദിച്ച പോലെ ഇത് നേരത്തെ തന്നെ പരിഹരിച്ചുകൂടായിരുന്നോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. ഒരു മാധ്യമങ്ങളും അറിയാതെ, ഒരു റിപ്പോർട്ടർമാരും അറിയാതെ ഒരു ഫോൺ വിളിച്ചാൽ അറിയാവുന്ന ഒരു കാര്യം ഇത്രയും പുകിലാക്കിയിട്ട് ഇപ്പോൾ മാധ്യമങ്ങളുടെ കുഴപ്പമാണ് എന്ന് പറയുന്നത് തമാശയാണ്. എന്തായാലും വീണ്ടും ചാണ്ടിയുമ്മ സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒന്നും പറയുന്നില്ല. പുള്ളി പലതവണ ആവർത്തിച്ചു. അതുകൊണ്ടാണ് ഇന്ന് പറയേണ്ടി വരുന്നത്. ME അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അനാവശ്യമായി ഇതിനൊക്കെ ഒരു പബ്ലിക് ഡിസ്കഷന് നമ്മൾ തയ്യാറല്ല. ഇനി ഡിസ്കഷൻ ഇല്ല. അതാണ് ഞാൻ പറയാം. അല്ല, ഞാൻ ആർക്കെതിരെ പരാതി ഒന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്കിപ്പം ഒറ്റ കാര്യമുള്ളൂ, പബ്ലിക് ഡിസ്കഷന് ആരും ഒരു ഇട കൊടുക്കരുത്. നിങ്ങൾക്കറിയാം, നമ്മൾ ചർച്ച ചെയ്യുന്ന ഇപ്പം ഞാനിപ്പോൾ പറയുന്ന ഓരോ കാര്യം പോലും ഈ സമയത്ത് അവിടെ അറിയുകയാണ്. യാഥാർത്ഥ്യമാണ്. നമ്മൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ആവശ്യമില്ലാത്തൊരു വിവാദം
ഈ കാര്യത്തിൽ ഉണ്ടാക്കരുത്. കാരണം ഇത് നമ്മളെ അല്ല, ഈ MNA കൂടി എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചർച്ചയ്ക്കോ ഈ ഒരു ഡിസ്കഷൻ ഞാനില്ല. ഇത് അനാവശ്യമായ വിവാദം കഴിഞ്ഞ പ്രാവശ്യവും ചിലരുണ്ടാക്കി, ആ വ്യക്തികൾ തന്നെ വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് ഞാൻ പേര് പറയുന്നില്ല ആരുടെയും, പക്ഷെ ഇത് പിന്തിരിയേണ്ട ഒരു കാര്യമാണ് എന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയാം. എനിക്കറിയില്ല, എനിക്ക് ആരാന്ന് എനിക്കറിയില്ല, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതേപോലെ ഇതാ അടുത്തൊരു വിവാദം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു വ്യക്തിയെ ഞാൻ പിന്തുണയ്ക്കുന്നു, എനിക്ക് ആരാന്നറിയില്ല. ഇപ്പൊ ഉണ്ടായ നിങ്ങളെ വിവാദം കണ്ടില്ല. ഇന്നിപ്പോ ഞാൻ എവിടെ നിന്ന് വന്നു, എങ്ങനെ ഈ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇന്നലെ ഞാനിത് കണ്ട് ഞങ്ങൾ ഷോക്ക്ഡാണ്. ഇതേപോലെ കാര്യങ്ങൾ പുള്ളി ചെയ്യുന്ന കാണുമ്പോൾ പലതവണയായി വീണ്ടും ആവർത്തിക്കുന്നു. ഞങ്ങൾ മടുത്തിരിക്കുക. ഇന്നിപ്പം എനിക്ക് മുഖത്തേക്കുള്ള പരിപാടിയാണ് ഞാൻ പറയുന്നത്. ഈ പുള്ളി വീണ്ടും ഇത് ആവർത്തിക്കുക. അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഞാൻ ഇൻഡയറക്ട്ലി ഇത് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഒരു ചാനലിന് ഞാൻ ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു, പേര് പറയാതെ. പക്ഷെ ഞാനിപ്പോൾ പേര് പറയുന്നത്, നമ്മൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ദൗത്യത്തിലാണ്. ആ ദൗത്യത്തിനെ വേർതിരിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് വേറെ ചില ശ്രമങ്ങളായിട്ടാണ് ഇദ്ദേഹം നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഖേദകരമാണെന്ന് പറയാതിരിക്കാൻ പറ്റും. അല്ല, ഞാൻ ഒന്ന് പബ്ലിക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. മധ്യ തിരുവിതാംകൂറിലെ MLA ആണ്, അദ്ദേഹം ഇടപെട്ടി കാര്യങ്ങൾ വഷളാക്കുന്ന. മധ്യ തിരുവിതാംകൂറിൽ ഞാൻ മാത്രമേ MLA ഉള്ളൂ. മധ്യ തിരുവിതാംകൂറിൽ ഞാൻ മാത്രമേ MLA ഉള്ളൂ. ആ പേരില്ലാത്ത MLA അത് ആരാന്ന് അവര് പറയട്ടെ.